لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين فقالوا ربنا باعد بين أسفارنا وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده حمدا كثيرا طيبا مباركا فيه نحمدك يا من أوضحت لنا سبل الهداية وأصححت عن بصائرنا وشاوت الغوايا ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്നേഹം നിറഞ്ഞ ലൈൻദി ഖുർആൻ പഠിതാക്കളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തു സബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ പഠന വിധേയമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ചുരുക്കം 10 മുതലുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങൾ, അതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഇരുമ്പ് മൃദുവാക്കിയത്, പക്ഷികളുടെ തസ്ബീഹ്, അതുപോലെ പടച്ചട്ട നിർമ്മാണത്തെക്കുറിച്ച്, കഴുത്തൊഴിലിൻ്റെ കൈകൊണ്ട് ജോലിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതുപോലെ തൊട്ടടുത്ത വചനങ്ങളിൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു വിശദീകരിച്ചത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് കാറ്റിൻ്റെ വേഗതയെക്കുറിച്ച്, ചെമ്പിൻ്റെ ഉറവ, അതുപോലെ ജിന്നുകളുടെ അടിമത്തത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തനം, അതുകൊണ്ടാകുന്ന ആ ഒരു ശുക്ർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒക്കെ വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മരണവും ആ മരണത്തിൽ ചിതലിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള കാര്യങ്ങളും, ജിന്നുകൾക്ക് ലോകത്ത് ഒരു മഖ്ലൂക്കിനും അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാത്ത ആർക്കും അദൃശ്യജ്ഞാനം, ഗൈബ് അറിയില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ വിശദീകരണ ഭാഗങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് സൂറത്തു സബ എന്ന പേര് അനർത്ഥമാക്കുന്ന രൂപത്തിൽ 15 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല, ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തുകളാണ് മുകളിൽ ഓതി കേട്ടിട്ടുള്ളത്. ഈ 15 മുതലുള്ള ആയത്തുകളിൽ സബ ഗോത്രത്തിൻ്റെ ചരിത്രവും, പ്രത്യേകിച്ച് ഈ സമകാലിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ മഴയൊക്കെ അമിതമായി കൊണ്ടിരിക്കുന്ന, പ്രളയബാധിതമായി കൊണ്ടിരിക്കുന്ന ധാരാളം ജനങ്ങൾ ചുറ്റുപാടും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറെ നമുക്ക് ഗുണപാഠം നൽകുന്ന, നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ചില വചനങ്ങളിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കടന്നു പോകുന്നത്.
15-ാമത്തെ വചനമാണ് ആദ്യമായി ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തിൻ്റെ വാക്കർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലഖദ് കാന, ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ലഖദ് കാന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഉണ്ടായി എന്നാണ്. ലി സബഇൻ, സബ ഗോത്രത്തിന്, ഫീ മസ്കനിഹിം അവരുടെ വാസസ്ഥലത്തിൽ, ആയത്തുൻ ഒരു ദൃഷ്ടാന്തം, ജന്നത്താനി അതായത് 2 തോട്ടങ്ങൾ, അൻ യമീനിൻ വലതുഭാഗത്തും വശിമാലിൻ ഇടതുഭാഗത്തും, കുലൂ ഭക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഭക്ഷിക്കുവിൻ, ഭക്ഷണം തിന്നുവിൻ എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. മിർ റിസിക്കി റബ്ബിക്കും, മിർ റിസിക്കി റബ്ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബിൻ്റെ ഉപജീവനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന്. വഷ്കുറു നന്ദി കാണിക്കുവിൻ, ലഹു അവന്, ബൽദത്തുൻ ഒരു രാജ്യം, തൊയ്യിബത്തുൻ തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ അല്ലെങ്കിൽ സന്തുഷ്ടമായ, വറബ്ബുൻ ഒരു രക്ഷിതാവുൻ, ഗഫൂറുൻ വളരെ പൊറുക്കുന്നവനാണ്. എന്താണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സബഅ് ഗോത്രത്തിന് അവരുടെ വാസസ്ഥലത്ത് ഒരു ദൃഷ്ടാന്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തുമായി അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അനുഗ്രഹമായി 2 ഫലഭൂഷ്ടിയുള്ള മനോഹരമായ, ആരും ആഗ്രഹിക്കുന്ന 2 തോട്ടങ്ങൾ നൽകി. നാം പറഞ്ഞിരുന്നു, നിങ്ങൾ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള ആ അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്ന്, ആ പഴവർഗ്ഗങ്ങളിൽ നിന്ന്, ആ പച്ചക്കറികളിൽ നിന്ന്, ആ ഫ്രൂട്ട്സുകളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുവിൻ. അതോടൊപ്പം അവന് നന്ദി ചെയ്യുകയും ചെയ്യുവിൻ. നല്ല ശുദ്ധമായ ഒരു രാജ്യം, അതവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. വളരെ പൊറുക്കുന്നവനായ ഒരു റബ്ബും ഒരു ലോകത്തിൻ്റെ രക്ഷിതാവും അവർക്കുണ്ട്. എത്ര വലിയ അനുഗ്രഹമാണ് ആ ഒരു സമൂഹത്തിന് അള്ളാഹു ഗോത്രത്തിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അള്ളാഹു ഇതിൻ്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കുന്നത്. സബഅ് എന്ന് പറയുന്നത് ജനത, അവരുടെ നാട് യമനിലെ വളരെ പ്രശസ്തമായ ഒരു പുരാതനമായ ഒരു സാമ്രാജ്യമാണ്, ഒരു ഗോത്രമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചരിത്രം ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന്, ഈ അധ്യായത്തിന് സൂറത്ത് സബഅ് എന്ന് പേര് വരാൻ തന്നെ കാരണം. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അള്ളാഹു എടുത്തു പറയുകയാണ്. ജന്നത്താനി 2 മലനിരകൾക്കിടയിലെ ആ താഴ്വരയിൽ അവർക്കുണ്ടായിട്ടുള്ള അവരുടെ നാട് എന്ന് പറയുന്നത്, അണക്കെട്ടുകൾ കെട്ടി ജലം ക്രമീകരിച്ച് താഴ്വരയുടെ 2 വശങ്ങളിലും വലതും ഇടതും സമൃദ്ധമായ തോട്ടങ്ങൾ നിർമ്മിക്കാൻ പാകത്തിന് അള്ളാഹു ഒരുക്കി കൊടുത്തതിനെ കുറിച്ചാണ്. ആ തോട്ടത്തിലാണെങ്കിലോ പഴവർഗ്ഗങ്ങളും കൃഷികളും കൊണ്ട് സുഭിക്ഷമായി മനോഹരമായി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം. ബൽദത്തുൻ തൊയ്യിബത്തുൻ, അതാണ് അള്ളാഹു പറഞ്ഞത്, ബൽദത്തുൻ തൊയ്യിബത്തുൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇല്ലേ. മനോഹരവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമോ രോഗമോ ദുർഗന്ധങ്ങളോ ഇല്ലാത്ത സുഖകരമായ അന്തരീക്ഷമുള്ള ഒരു നാട് എന്ന അർത്ഥത്തിലാണ് ബൽദത്തുൻ തൊയ്യിബ എന്ന പ്രയോഗം. അവിടെയുള്ള ജനങ്ങൾക്ക് അള്ളാഹു നൽകിയ കൽപ്പന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. ഇത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കണം എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അത്തരം ഒരു നാട് നൽകിയ ഒരു രക്ഷിതാവും പാവങ്ങൾ പൊറുക്കുന്നവനായ ഒരു റബ്ബുൻ ഗഫൂറുൻ എന്ന് പറഞ്ഞാൽ അത്തരം അള്ളാഹു പാവങ്ങൾ പൊറുത്തു തരുന്നവനായ ഒരു റബ്ബും അള്ളാഹു അവർക്ക് ഉണ്ട് എന്നതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതവുമായി നമ്മളൊന്ന് ചേർത്ത് വെക്കണം. നമുക്ക് ഉദ്ദേശിക്കുമ്പോഴെല്ലാം മനോഹരമായ മഴ ലഭിക്കുന്നു. ഇവിടെ ആ മഴയില്ലെങ്കിൽ മനുഷ്യജീവൻ്റെ നിദാനവും ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനവും എല്ലാം വെള്ളമാണ്. ഈ വെള്ളം കുത്തിച്ചൊരിഞ്ഞ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിച്ച് വരണ്ടു കിടക്കുന്ന ഭൂമിയെ വെണ്ടുകീറി മനുഷ്യൻ്റെ മനസ്സുകളിൽ ശുഭപ്രതീക്ഷകളായി നാമ്പുകളായി
സസ്യലതാദികളും പച്ചക്കറികളും പഴങ്ങളും എല്ലാം വളർന്നു വന്ന് നമുക്കത് ഭക്ഷണയോഗ്യമായി നൽകുമ്പോൾ ഇതെല്ലാം നൽകിയ റബ്ബിനെ നിങ്ങൾ നന്ദി കാണിക്കണം എന്ന ഒരു കാര്യമാണ് അള്ളാഹു ഈ ആയത്തിന്റെ അവസാനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ആ സബഅ് ഗോത്രത്തിലേക്ക് ചെന്നാൽ അവർക്ക് അങ്ങനത്തെ ഒരു അനുഗ്രഹം അള്ളാഹു നൽകി. എന്നിട്ട് അള്ളാഹു തൊട്ടടുത്ത വചനത്തിൽ 16-ാമത്തെ ആയത്തിൽ പറയാണ് ഫഅറളൂ, എന്നിട്ടവർ തിരിഞ്ഞു കളഞ്ഞു. ആ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴും അവരവഗണിച്ചു കളഞ്ഞു. ഫഅർസൽന, അപ്പോൾ നാം അവർക്ക് അയച്ചുവിട്ടു, അവരുടെ മേൽ അയച്ചുവിട്ടു. സൈലൽ ഹരിമി എന്ന് പറഞ്ഞാൽ സൈലൽ ഹരിം എന്ന് പറഞ്ഞാൽ അണക്കെട്ടിലെ ജലപ്രവാഹം കൊണ്ടുണ്ടാകുന്ന പ്രളയം. ആ അർത്ഥത്തിലാണ് ജലപ്രവാഹം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നോ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ മലവെള്ളം വന്നിട്ട് ഒരു നാടൊന്നിറങ്ങും. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പം ചൂരൽ മഴയിലുണ്ടായ പ്രയാസങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് പലയിടത്തും മണ്ണിടിച്ചിൽ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഈരാറ്റുപേട്ട, റാന്നി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പല ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയുടെ ഭാഗങ്ങളിലൊക്കെ, അതുപോലെ തന്നെ മലബാർ ഭാഗങ്ങളിലൊക്കെ അനുഭവിക്കുന്ന വെള്ളം കൊണ്ടുള്ള പ്രയാസങ്ങളും ഒക്കെ എത്രമാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അണക്കെട്ട് പൊട്ടി അതിങ്ങനെ ഒന്നടങ്കം ആ ജലം ഇരമ്പി വരുന്നൊരവസ്ഥ, മൊത്തത്തിൽ തൂത്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ തുടച്ച് കൊണ്ടുപോകുന്ന ഭീകരമായ, അതിൻ്റെ ഒരു തീക്ഷ്ണമായ ഒരവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, അവരെന്ത് ചെയ്തു? ഈ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചു, പക്ഷെ അതിനെ അവർ അവഗണിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹു അവരുടെ മേൽ അയച്ചു. എന്താണ് അയച്ചത്? അവർക്കൊരു ശിക്ഷയായി. മഴ എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. മഴ എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന മുന്നറിയിപ്പാണ്. മഴ എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ചില സമൂഹം അതിര് കടക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ശിക്ഷയായിട്ടും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞത് ശിക്ഷയായി അവർക്ക് ആ ജലം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. സൈലൽ ഹരീം, അണക്കെട്ടിന്റെ ജലപ്രവാഹം മൂലം. വബദ്ദൽനാഹും, അവർക്ക് നാം പകരം മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ബിജന്നതൈഹിം, അവരുടെ 2 തോട്ടങ്ങൾക്ക് പകരമായി. ജന്നതൈനി, 2 തോട്ടങ്ങളെ എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും മനോഹരമായ 2 തോട്ടങ്ങളാണുള്ളത്. എന്നാൽ ആ തോട്ടം മുഴുവനും ജലപ്രവാഹം മൂലം നശിച്ച് തൂഫാൻ അടിച്ചു പോകുമ്പോൾ, മുഴുവനും ഇല്ലാതാകുമ്പോൾ പിന്നീട് അവിടെ ഉള്ളത് എന്താണ്? 2 തോട്ടങ്ങളാണ് അതിന് പകരമുള്ളത്. പക്ഷെ ആ തോട്ടം എന്ന് പറഞ്ഞാൽ അവർ അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന തോട്ടമല്ല. അതാണ് അള്ളാഹു തൊട്ടടുത്ത് പറയുന്നത്. ദവാത്തൈ ഉഖിലിൻ, ഒരു തരം ബലമുള്ളവയായ. ആ തോട്ടത്തിലും ബലമുണ്ട്. എങ്ങനെയാണ്? ഖംതിൻ, തിന്നാൻ കൊള്ളാത്ത കൈപ്പുള്ള, ചവർപ്പുള്ള. വഅസ്ലിൻ, അത്തരത്തിലുള്ള ഒരു മരം. ഒശൈഇൻ, ഒരു കറുത്ത വസ്തുവും. മിൻ സിദിരിൻ, ഇലന്തവർഗത്തിൽപ്പെട്ട. സിദർ എന്ന് പറഞ്ഞാൽ ഇലന്തവർഗത്തിൽപ്പെട്ട. കലീലിൻ, അല്പമായ. അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ടടുത്ത വചനത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അവർ തെറ്റ് ചെയ്തു. അവരുടെ തെറ്റിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് ഫഅറളൂ, അവർ തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. ഖുർആന്റെ സന്ദേശത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക, ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുക. നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകളിൽ നിന്ന് തിരിഞ്ഞു കളയുക. തിരിഞ്ഞു നടക്കാനുള്ള അവസരങ്ങൾ വകവെക്കാതെ ജീവിക്കുക. അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടും നന്ദികേട് കാണിക്കുക. പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെ തള്ളിക്കളയുക. അങ്ങനെ ഉണ്ടായ സമൂഹത്തിൽ അതിര് കടന്നപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന നിലക്ക് സൈലുൽ അരിം പ്രളയമുണ്ടായി. ആ പ്രളയം സബഹ് ജനത നിർമ്മിച്ച പ്രശസ്തമായ ആ അണക്കെട്ട്, അതാണ് ആ ഡാം, തകർന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ തകരുകയും വൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്തു എന്നാണ്. ഇതാണ് അള്ളാഹു ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സൈലുൽ ഹരീം എന്ന പദം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പദമാണ്. അതുപോലെ ആ തോട്ടങ്ങളുടെ നാശം. പകരം മുളച്ച സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞതോ, ഒരു ഫലഭൂഷ്ടിയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. 3 തരം സസ്യങ്ങൾ മാത്രം അവിടെ പിന്നീട് മുളച്ചിട്ടുള്ളൂ. അതുവരെ അവർക്ക് കഴിക്കാൻ കഴിയുന്ന ഈത്തപ്പനയും അതുപോലെ തന്നെ ഒലീവും അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും മുളച്ച ആ തോട്ടത്തിൽ ആ പ്രളയത്തിന് ശേഷം പിന്നെ മുളയ്ക്കുന്നത് എന്താണെന്നറിയോ? ഹംദ്, തിന്നാൻ കൊള്ളാത്ത കയ്പുള്ള ഒരു ചെടിയാണ്. മുൾച്ചെടി എന്ന് പറയാൻ പറ്റും. അസിൽ എന്ന് പറഞ്ഞാൽ ബലങ്ങളില്ലാത്ത ഈ കാട്ടുപ്ലാവിന് ആ ഒരു പദം
കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സിദ്ർ എന്ന് പറഞ്ഞാൽ ഇല്ലേ, കുറച്ചു മുള്ളുകളുള്ള ഇലന്ത മരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദമാണ്. ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ആ സമൂഹം തള്ളപ്പെട്ടതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. തൊട്ടടുത്ത വചനം 17-ാമത്തെ വചനത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക, അത്, ജസൈനാഹും, അവർക്ക് നാം പ്രതിഫലം നൽകിയിരിക്കുകയാണ്, ബിമാ കഫറു, അവർ അവിശ്വസിച്ചതുകൊണ്ട് അഥവാ നന്ദി കേട് കാണിച്ചതിനാൽ, വഹൽ നുജാസിയ, നാം പ്രതിഫല നടപടി എടുക്കുമോ, നുജാസി ഇല്ലൽ കഫൂർ, നന്ദി കെട്ടവരോടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അവരുടെ നന്ദികേടിന് നാം അവർക്ക് നൽകിയ പ്രതിഫലമത്രേ അത്. ആ ശിക്ഷ കടുത്ത നന്ദികേട് കാണിക്കുന്നവനെ അല്ലാതെ നാം ഇത്തരം കഠിന ശിക്ഷയ്ക്ക് വിധേയനാക്കുമോ എന്നൊരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ നീതിപൂർവമായ ശിക്ഷ, അത് ആ നീതിയുടെ അടയാളം ഇതുകൂടിയാണ്. അതിൽ നമുക്ക് മനസ്സിലാവുന്നത് സബഅ് എന്ന് പറയുന്ന രാജ്യത്തിന് സംഭവിച്ച ആ വൻ നാശം അള്ളാഹുവിൻ്റെ ഒരു അക്രമമല്ല എന്നും, മറിച്ച് അവർ കാണിച്ച കടുത്ത കുഫ്രിയത്തിൻ്റെയും അഥവാ നന്ദികേടിൻ്റെയും അനുസരണക്കേടിൻ്റെയും സ്വാഭാവികമായ ഒരു പ്രതിഫലനം മാത്രമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യും. അൽ ഖഫൂർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ നൽകിയ ലോകത്തിൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്ന അഹങ്കാരികളെയാണ് അവിടെ കഫൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വിശേഷണം ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം കടുത്ത വിശ്വാസികളല്ലാതെ അള്ളാഹു ഈ നിലക്ക് നശിപ്പിക്കുകയില്ല എന്നതുകൂടി നമുക്ക് അതുമായി ബന്ധപ്പെട്ട തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം 18-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിച്ചാൽ 18-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, വജഅൽനാ ബൈനഹും ബൈനൽ ഖുറാ, വജഅൽന, നാം ഉണ്ടാക്കി, ഏർപ്പെടുത്തുകയും ചെയ്തു, ബൈനഹും, അവരുടെ ഇടയിൽ, വബൈനൽ ഖുറ, രാജ്യങ്ങളുടെയും അഥവാ ആ രാജ്യങ്ങളുടെയും ഇടയിൽ, അല്ലത്തി ബാറഖ്ന, നാം ബർക്കത്ത് അഥവാ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി നൽകിയിട്ടുള്ള, ഫീഹ, അതിൽ, ഖുറൻ ലാഹിറത്തൻ, പ്രത്യക്ഷമായ രാജ്യങ്ങളെ, വഖദ്ദർന, നാം കണക്കാക്കുക, അല്ലെങ്കിൽ ഖദർ എന്ന് പറയുമ്പോൾ തോത് നിർണയിക്കുകയും ചെയ്തു, ഫീഹ, അവയിലൂടെ, അസ്സൈറ, സഞ്ചാരം അല്ലെങ്കിൽ നടത്തം, സീറൂ, സഞ്ചരിക്കുവിൻ, ഫീഹ, അവയിലൂടെ, ലയാലിയ, രാത്രികളിലും, വയ്യാമൻ, ദിനങ്ങളിലും പകലുകളിലും, ആമിനീൻ, നിർഭയരായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത് അവരുടെ സബഅ് ഗോത്രത്തിൻ്റെയും നാം അഭിവൃദ്ധി നൽകിയിട്ടുള്ള രാജ്യങ്ങളുടെയും ഇടയിൽ പ്രത്യക്ഷമായ പല രാജ്യങ്ങളെയും നാം ഉണ്ടാക്കി, അവയിലൂടെ സഞ്ചാരത്തിന് നാം തോത് കണക്കാക്കുകയും ചെയ്തു. നാം പറഞ്ഞു, അവയിൽ കൂടി നിങ്ങൾ രാവും പകലും നിർഭയരായി സഞ്ചരിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ അള്ളാഹു അവർക്ക് കൊടുത്ത മറ്റൊരു വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്, സബഅ് ജനതയ്ക്ക് ലഭിച്ച യാത്രാ സൗകര്യത്തെക്കുറിച്ചാണ് പറയണേ. സബഅ് രാജ്യങ്ങൾക്ക് കച്ചവടത്തിനായി പല രാജ്യങ്ങളിലേക്ക് അവർ പോകാറുണ്ടായിരുന്നു. സിറിയ, ഫലസ്തീൻ പ്രദേശങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നവരാണ്. അള്ളാഹു അവർക്ക് യാത്രാമാർഗം വളരെ എളുപ്പമാക്കി കൊടുത്തു, അല്ലേ? അതാണ് അള്ളാഹ് പറഞ്ഞത്, വഴിയിൽ അടുത്തടുത്തായി തണലും വെള്ളവും ഭക്ഷണവും ലഭിക്കുന്ന ഗ്രാമങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തു. അതിനാൽ വലിയ ഭക്ഷണ ചുമട്ടുകളോ അല്ലെങ്കിൽ അത്ര ഭാണ്ഡവുമൊന്നും കരുതേണ്ടതില്ലാത്ത വിധം യാത്രകൾക്ക് എളുപ്പമുള്ള രൂപത്തിൽ ഇടയ്ക്ക് ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള മനോഹരമായ വഴികൾ അള്ളാഹു സുരക്ഷിതമായ യാത്രയ്ക്ക് ഒരുക്കി കൊടുത്തു. മാത്രമല്ല, കള്ളന്മാരുടെയോ മരുഭൂമിയിലെ വന്യമൃഗങ്ങളുടെയോ മറ്റേത് ജന്തുക്കളുടെയോ ഭയമില്ലാതെ രാത്രിയും പകലുമൊക്കെ സമാധാനത്തോടുകൂടി യാത്ര ചെയ്യാനുള്ള അവസരങ്ങളും അള്ളാഹു അവിടെ ഒരുക്കി കൊടുത്തു എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖാലു, എന്നാൽ അവർ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ബാഇദ്, നീ ദൂരമുണ്ടാക്കണേ, അല്ലെ, അകലപ്പെടുത്തണേ. അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ അവർ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.
അഹങ്കാരത്തിന്റെ വാക്കാണത്. ലബൈന അസ്ഫാരിന, ഞങ്ങൾക്ക് യാത്രകൾക്കിടയിൽ, വലമു, അവർ അക്രമവും ചെയ്തു, അൻഫുസഹും, അവരോട് തന്നെ, ഫജഅൽനാഹും, അപ്പോൾ നാം അവരെ ആക്കി, അഹാദീസ, അവരുടെ വർത്തമാനങ്ങൾ, കഥകൾ, വമസ്സഖ്നാഹും, നാം അവരെ ഛിന്ന ഭിന്നമാക്കുകയും ചെയ്തു എന്നാണ്. കുല്ല മുമസ്സഖിൻ, എല്ലാവിധ ഛിന്ന ഭിന്നമാക്കലും, ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങളുണ്ട്, ലികുല്ലി സ്വബ്ബാരിൻ, എല്ലാ ക്ഷമശീലർക്കും, ഷക്കൂർ, നന്ദിയുള്ള, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന എല്ലാവർക്കും. എന്താണ് അള്ളാഹു പറഞ്ഞത്? അവര് ഞങ്ങളുടെ രക്ഷിതാവെ, അള്ളാഹു ഈ യാത്രാ സൗകര്യം എളുപ്പമാക്കി കൊടുത്തപ്പോ അവര് തിരിച്ചു പറയാണ്, ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്ക് യാത്രക്കിടയിൽ നീ ദൂരം ഏർപ്പെടുത്തണേ. അല്ലേ? തിരിച്ച് തർക്കുത്തരം പറയുന്നത് പോലെ അവർ തങ്ങളോട് തന്നെ അക്രമം ആ നിലക്ക് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അതിനാൽ നാം അവരെ പഴക്കം ചെന്ന വർത്തമാനങ്ങളാക്കി തീർക്കുകയും, എന്ന് പറഞ്ഞാൽ ഒരു പേരും പ്രശസ്തി ഇല്ലാത്ത ഒരു നാടാക്കി തീർക്കുകയും, എല്ലാവിധേനയും അവരെ നശിപ്പിച്ച് ഛിന്ന ഭിന്നമാക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിശ്ചയമായും അതിൽ നന്ദി കാണിക്കുന്ന ക്ഷമാശീലരായ എല്ലാവർക്കും പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ, ഈ കാര്യത്തിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അനാവശ്യ പ്രാർത്ഥനയും അഹങ്കാരവുമാണ് ഈ ആയത്തിൽ കാണുന്നത്. അവരുടെ അഹങ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. സുഖസൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിങ്ങനെ വന്നപ്പോൾ അവരിങ്ങനെ അഹങ്കാരികളായി തീരുകയാണ്. കച്ചവട കുത്തക നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നിലക്കുള്ള വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. യാത്രകളിലാണെങ്കിലോ സാഹസിക അനുഭവങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ യാത്രയിലെ ഗ്രാമങ്ങൾ തമ്മിലുള്ള ദൂരം കൂട്ടിത്തരണേ എന്ന് അനാവശ്യമായി അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. ആ നിലക്കുള്ള പ്രാർത്ഥനകൾ പോലും അവർ നിർവഹിച്ചു എന്നാണ്. അതാണ് അള്ളാഹു അവിടെ പറഞ്ഞത്. അള്ളാഹു ആ രാജ്യത്തെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. പിൽക്കാലത്ത് വന്ന ആളുകൾക്കിടയിൽ ഇപ്പൊ നമ്മൾ തന്നെ ആ രാജ്യത്തെക്കുറിച്ച്, ആ നാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ആ നാടിനെ നശിപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. പിൽക്കാൽക്കാർക്ക് ഉദാഹരണമായി പറയപ്പെടുന്ന വെറും ഒട്ടും കേട്ടുകേൾവി കഥകൾ മാത്രമായി മാറുന്നൊരവസ്ഥ അവർക്കുണ്ടായി എന്നാണ് അള്ളാഹു ആ ആയത്തിലൂടെ പഠിപ്പിച്ചത്. കുല്ല മുമസ്സക്കിൻ, ഛിന്ന ഭിന്നമാക്കി കളയുന്ന അവസ്ഥയുണ്ടായി. ആ സബഹ് ജനതയെ അള്ളാഹു പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞു എന്നർത്ഥം. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല വംശകരായി തീർന്നു എന്നാണ്. പലരും, അവിടെയുള്ള ആളുകൾ പല ദേശങ്ങളിലേക്ക്, മദീന, സിറിയ, ഇറാഖ് പോലെയൊക്കെ ഇടങ്ങളിലേക്കൊക്കെ ചിതറിപ്പോയത് നമുക്ക് അമാനുവലയുടെ വിശദീകരണത്തിലേക്ക് അത് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ സബ്ബാരിൻ ഷക്കൂർ എന്ന് പറഞ്ഞാൽ വിപത്തുകളിൽ ക്ഷമിക്കുകയും അതുപോലെ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു ആ ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. വിശ്വാസികൾക്ക് സഹബ് ജനതയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും വലിയ ഗുണപാഠമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. കാര്യങ്ങളെ, അതിൻ്റെ വാക്കർത്ഥങ്ങളും ആശയങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും മനിമലയുടെ തഫ്സീർ നോക്കി വായിക്കുകയും പഠിക്കുകയും ക്ലാസ് കൃത്യമായി കേൾക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.